അമ്മേ ആ ക്ലാസ്സിൽ പോണില്ല അമ്മേ. എന്താണ്? ഒരു മൂടില്ല. ഒലക്കട മൂടെടുത്ത് അടിക്കും. പൊക്കോടുന്നതിന് മൂടില്ല അവന് ക്ലാസ്സിൽ പോകും. ഓ കുഴപ്പമില്ല. പിറ്റേ ദിവസം സംഭവം തന്നെ. എന്താണ്? മൂടില്ല. ഒന്ന് പറയണം, അമ്മേ ഇത് ഇവിടെ ഇല്ല, ഭയങ്കര വേദന, കണ്ണീന്ന് പൊന്നി ചോറക്കണം. അമ്മേ ആണാ? എവിടെയാ? അയ്യോ ഈ ക്ലാസ്സിൽ പോണോന്നാവോ? വേണ്ട പോണ്ട, കിടന്നു. നോണേണ്ടത്. തലേ ദിവസം അവൻ സത്യം പറഞ്ഞപ്പോ ഒലക്കെടുത്തടിച്ച് ക്ലാസ്സിൽ പോയി വിട്ട് പിറ്റേ ദിവസം നോണ പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ ഒരു ദിവസം എൻ്റെ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞായറാഴ്ച കുർബാന ചെല്ലോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെല്ലാം, ചെറിയൊരു പ്രസംഗവും പറഞ്ഞു കേട്ടോ. ആ പ്രസംഗം പറയാം. അവൻ പറഞ്ഞ പ്രസംഗം എങ്ങനെയാണ്? ഞാൻ ഒരു 12 വർഷമായിട്ട് ഒരു പള്ളിയിലിരിക്കുക, കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിലിരുന്ന് 1% അല്ലെങ്കിൽ 2% ആളുകൾ മാത്രമേ നുണ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാറുള്ളൂ. അവിടെ ആ പാപമില്ലെന്ന്. എന്നിട്ട് അവൻ ഞാൻ അവനോട് ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടാ അത് നീ നുണ പറഞ്ഞാണല്ലേ? ശരിക്കുവാണ്. ശരിക്കുവാണ്. ഇവിടെ നുണ എന്ന പാപം അങ്ങനെ ആരും ചെയ്യാറില്ല. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊച്ചിനൊരു മൂടില്ലെങ്കിൽ, അമ്മച്ചി നിനക്കൊരു മൂടില്ല അമ്മച്ചി, ഞാൻ ക്ലാസ്സിൽ പോകണില്ല എന്നാണ്. നിനക്ക് മൂടില്ല, നീ പോകണ്ട, അവിടെ കിടന്നോന്ന് പറയും. വ്യത്യാസം കണ്ട. അതുകൊണ്ട് അവർ തുറന്നു പറയാൻ പ്രേരിതരാവില്ല. നമുക്കിപ്പോഴും ഇല്ലേ, ഇന്ന് കുമ്പസാരിച്ചാലും പറയും നുണ പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണം പറഞ്ഞാലും ഒരു പിടിയില്ല അച്ഛാ നുണ എന്ന് പറഞ്ഞു. അതിങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം. പിന്നെ പാപമൊന്നും ഇല്ലെങ്കിലും പറയും, 2 ആഴ്ചയായി കുമ്പസാരിച്ചെങ്കിലും പറയും, 2 മാസമായി കുമ്പസാരിച്ചിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഒരു പാപമായാലും അങ്ങനെ കുമ്പസാരിക്കുന്നവരാണ് നമ്മുടെയൊക്കെ ശീലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളായ നമ്മുടെ കുഞ്ഞുങ്ങളെ നുണ പറയാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നേ.